കഴിഞ്ഞ വർഷം അവർക്ക് കപ്പടിക്കാൻ പറ്റില്ല, എല്ലാവരും കപ്പടിക്കണം എന്ന് വിചാരിച്ച ടീമിന് കപ്പടിക്കാൻ പറ്റില്ല. ഈ വർഷം ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത്, അതായത് ഹെഡ്, അതുപോലെ ക്ലാസൻ, കമിൻസ്, അതുപോലെ അഭിഷേക് ശർമ്മ, പുതിയതായിട്ട് എടുത്ത ഇഷാൻ കിഷൻ, ഈ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് അത് പീക്ക് തന്നെയാണ്. അതുപോലെ വേറൊരു പ്ലെയർ ഉണ്ടല്ലോ, നിതീഷ് കുമാർ റെഡ്ഡി. ഈ 5 പേരായിരുന്നു റിട്ടൻഷൻ. അതുപോലെ തന്നെ ഇപ്പോ അതിലോട്ട് ഇഷാൻ കിഷനും അതുപോലെ മനോഹറും, കഴിഞ്ഞ വർഷം GT-യിൽ കളിച്ച മനോഹർ, അദ്ദേഹം നല്ല മികച്ച. അപ്പൊ ഈ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് പഞ്ചാബിനോടൊപ്പം വെക്കാൻ പറ്റുന്ന ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമാണ്. 180, 200 എന്നുള്ള ഒരു ഹൈ സ്കോറിംഗ് ഒന്ന് മാറ്റി ആ പാറ്റേൺ മാറ്റി 250, 260 അല്ലെങ്കിൽ 240, 240, 220 ഇവര് പ്രിഫറൻസ് കൊടുത്ത ബാറ്റിംഗിൽ തന്നെയാണ്. അവിടെ അഴിഞ്ഞാടി കളിക്കുകയാണ്. ഞാൻ കണ്ടിടത്തോളം 6 ഓവർ 130 റണ്ണ്. എങ്ങനെ ഇവർ ഓരോ ഒരു 20 റൺ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ അത് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് അവർ എടുത്തു. കാരണം ഇമ്പാക്റ്റ് പ്ലെയർ കൊണ്ടും അവർക്ക് എന്തായാലും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അറിയാം. അതും പിന്നെ ആ 6 ഓവർ പ്ലെയേഴ്സ് ഔട്ട്സൈഡ് ദി സർക്കിൾ ഇല്ല എന്നുള്ളത് കണ്ടിട്ടും അവർ നന്നായി അഴിഞ്ഞാടി കളിച്ചു. 2 പേരും ഡിസ്ട്രക്റ്റീവ് ആയിട്ട് കളിച്ചു. അത് കുറെ കണ്ടിട്ട് ബാക്കിയുള്ള ടീംസും പാറ്റേൺ, പക്ഷെ ഇവരാണ് കൊണ്ടുവന്നത്.